എന്താണ് ആംനസ്റ്റി അല്ലെങ്കിൽ പൊതുമാപ്പ്? ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ ആർക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റാത്തതായിട്ടുണ്ട്? ഈ ഉപയോഗിക്കാൻ പറ്റുന്ന വ്യക്തികൾ ഈ ആംനസ്റ്റി അല്ലെങ്കിൽ പൊതുമാപ്പ് നടപ്പിലാക്കാൻ എവിടെയാണ് പോകേണ്ടത്? ആരെയാണ് സമീപിക്കേണ്ടത്? ഈ ആംനസ്റ്റി അഥവാ പൊതുമാപ്പ് എന്ന് പറഞ്ഞാൽ കാലാകാലങ്ങളായിട്ട് ഇതുപോലെ UAE പോലെ ഉള്ള രാജ്യങ്ങളിൽ ഒരുപാട് ആളുകൾ പല സാഹചര്യങ്ങളാൽ വിസ കാലാവധി കഴിഞ്ഞിട്ടും അതുപോലെ തന്നെ അബ്സ്കോണ്ടിങ്ങൊക്കെ ആയിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയാതെ ഭീമമായ ഫൈനൊക്കെ വന്ന് നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പണം ഒന്നും നൽകാതെ, ഫൈനൊന്നും നൽകാതെ ഇവർക്ക് അവരുടെ സ്റ്റേ ലീഗലാക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് ഒരുക്കുന്ന ഒരു സംവിധാനമാണ് ആംനസ്റ്റി. ഈ ആംനസ്റ്റി എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാൻ ഇവിടെ വിസിറ്റ് വിസ ആയിക്കോട്ടെ, റെസിഡൻസ് വിസ ആയിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ലംഘകരായിട്ടുള്ള ആളുകൾക്കൊക്കെ ഇത് ഉപയോഗിക്കാം. ഇനി വിസിറ്റിംഗ് വിസക്കാരായാലും എംപ്ലോയർ അബ്സ്കോണ്ടിങ് ചെയ്ത കേസുകളാണെങ്കിൽ അത്തരക്കാർക്കും ഈ ആംനസ്റ്റി ഉപയോഗിക്കാനായിട്ട് കഴിയും. ചില കേസുകളിൽ ഇപ്പോൾ കുട്ടികൾ പ്രസവ സമയത്ത് ഡെലിവറി കഴിഞ്ഞു, നിശ്ചിത സമയത്തിനകത്ത് അവർക്ക് റെസിഡൻസ് വിസ എടുത്തില്ല, അത് വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക്, ഡിപ്പെൻഡൻറ്റ് വിസയുള്ള ആളുകൾക്കും ഇതുപോലെ ആംനസ്റ്റി ഉപയോഗിച്ചിട്ട് ഈ ഒരു സ്റ്റേ ലീഗലാക്കാനായിട്ട് കഴിയും. അതിലൊരു പ്രത്യേകത, നിങ്ങൾക്ക് ഈ ആംനസ്റ്റിയുടെ ഭാഗമായിട്ട് ഒരു എക്സിറ്റ് പെർമിറ്റ് എടുത്ത് നാട്ടിലേക്ക് പോകാനും അതുപോലെ തന്നെ അവിടെ നിന്ന് തിരിച്ചു വരാനും കഴിയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിരുന്നാലും ഇവിടെ നിന്ന് തന്നെ സ്റ്റാറ്റസ് മാറ്റാനുള്ള സംവിധാനം കൂടി ഈ ആംനസ്റ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് പ്രത്യേകത. രണ്ടാമതായിട്ട്, ചില വിഭാഗക്കാർക്ക് ഈ ആംനസ്റ്റി ഉപയോഗിക്കാനായിട്ട് കഴിയില്ല. കാരണം നിങ്ങൾ നിലവിൽ ഇവിടെ ഒരു കേസിൽ ഉൾപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് ആ ഒരു കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ട്രാവൽ ബാൻ, അറസ്റ്റ് വാറണ്ട് അതൊക്കെയുള്ള ആളുകൾക്ക് ഈ ആംനസ്റ്റി ഉപയോഗിക്കാനായിട്ട് കഴിയില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടുത്തെ ഒരു ടെലിഫോൺ ബില്ല്, അതല്ലെങ്കിൽ നിങ്ങൾ വാഹന ലംഘനവുമായി ബന്ധപ്പെട്ട പിഴ, ഫൈനുകൾ ഇതൊക്കെ അടയ്ക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എക്സിക്യൂഷൻ നിലനിൽക്കുന്നുണ്ടെങ്കിലും ആ പണം അടച്ച ശേഷം മാത്രമേ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് കഴിയുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കമ്പനി ഉടമസ്ഥരും അതുപോലെ മാനേജറുമായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ഉപയോഗിക്കണമെങ്കിൽ അവരുടെ ട്രേഡ് ലൈസൻസ് ക്യാൻസൽ ചെയ്ത്, സ്പോൺസർ ലയബിലിറ്റി ഉണ്ടെങ്കിൽ അതൊക്കെ ക്യാൻസൽ ചെയ്ത ശേഷം മാത്രം ഇതിനു വേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. മൂന്നാമത്തെ ചോദ്യം, അതായത് ഒരു ആംനസ്റ്റിക്ക് വേണ്ടി നിലവിലെ സാഹചര്യം, നിലവിലെ പ്രഖ്യാപനവും അനുസരിച്ച് അതത് എമിറേറ്റ്സുകളിൽ അതിന് വേണ്ട സെൻറ്ററുകൾ ഓൺലൈനിലൂടെ ആപ്ലിക്കേഷൻ ചെയ്യാനും അതുപോലെ തന്നെ ആമർ സെൻറ്റർ, അതല്ലെങ്കിൽ തസ്ഹീൽ അല്ലെങ്കിൽ ICPയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള എല്ലാ സെൻറ്ററുകളിലൂടെയും നമുക്ക് ആപ്ലിക്കേഷൻ നൽകാനായിട്ട് കഴിയും. എന്നാൽ ചില ആളുകൾക്ക് ഫിംഗർ പ്രിൻറ്റ് അതല്ലെങ്കിൽ ബയോമെട്രിക് സംവിധാനം ആവശ്യമായത് വരും. അപ്പോൾ അവർ നിങ്ങൾക്ക് അവരുടെ അവിടുത്തെ അവൈലബിലിറ്റി അനുസരിച്ച് SMS ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ അറിയിപ്പ് വരും. അതനുസരിച്ച് നിങ്ങൾ ആ സെൻറ്റർ വിസിറ്റ് ചെയ്ത് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്.